ഡോക്ടർ സർ ജോർജ് പി ജോസഫ്. പ്രകാശം ചൊരിയുന്ന 70 വർഷങ്ങൾ. ഭാരതത്തിന്റെ 3ാം സ്വാതന്ത്ര്യദിനത്തിൽ കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമമായ ചെല്ലാനത്ത് ജനനം. ഡോക്ടർ സർ ജോർജ് പി ജോസഫ് അസാധാരണ വ്യക്തിത്വത്തിനുടമയായി ഇന്ന് 70-ലെത്തി നിൽക്കുമ്പോൾ അതിനു പിന്നിൽ നിരന്തര പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും തികഞ്ഞ ലക്ഷ്യബോധത്തിൻ്റെയും നാൾ വഴികളുടെ 40 ആണ്ട് ചരിത്രമുണ്ട്. ലക്ഷ്യത്തിലേക്കുള്ള തൻ്റെ പോരാട്ടത്തിൻ്റെ സമരോന്മുഖ ജീവിതത്തിൽ നിന്ന് കടഞ്ഞെടുത്തതാണ് സർ ഡോക്ടർ ജോർജ് പി ജോസഫിൻ്റെ ലിയോ ഗ്രൂപ്പ്. തൻ്റെ ദേശത്തിൻ്റെ വളർച്ചയ്ക്കായി സ്ഥാപിച്ച ലിയോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആകാശത്തിൻ്റെ നീലനഭസിൽ പൊൻതാരകമായി ഉദിച്ചു നിൽക്കുന്നു. തീരദേശത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ നിരവധി കുഞ്ഞുങ്ങൾ ഇന്നിവിടെ ആനന്ദത്തോടെ അക്ഷരങ്ങളെയും അറിവിനെയും സ്വായത്തമാക്കുന്നു. ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചത് സ്വയം അനുഭവിക്കാനുള്ളതല്ല എന്നും മറിച്ച് സഹജീവികൾക്ക് സഹാനുഭൂതിയോടെ പങ്കുവയ്ക്കുവാനുള്ളതാണെന്നും 70 വർഷത്തെ തൻ്റെ യാത്രക്കിടയിൽ ഡോക്ടർ സർ ജോർജ് പി ജോസഫ് എന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അപരിചിതമായ ദേശത്ത് മുംബൈയിൽ തൻ്റെ സ്വപ്നങ്ങളിലെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോഴും തന്നിൽ നിന്ന് താൻ സ്വയം കണ്ടെത്തിയ ഈ തിരിച്ചറിവുകളാണ് ഡോക്ടർ സർ ജോർജ് പി ജോസഫിൻ്റെ 70-ലെ നിറവ്. ഈ നിറവിന് അംഗീകാരമായി സൂര്യനസ്തമിക്കാത്ത നാട്ടിൽ നിന്നും സർ പദവി, വിശുദ്ധ ഭൂമിയായ ജെറുസലേമിൽ നിന്നും സഹാനുഭൂതിയുടെ പോരാളി പദവി. ഈ 70-ാം പിറന്നാൾ ദിനത്തിൽ ഞങ്ങളുടെ പുണ്യമായ അങ്ങയ്ക്ക് സർവേശ്വരൻ ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും അനുഗ്രഹിച്ചു നൽകുമാറാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ സർ ഡോക്ടർ ജോർജ് പി ജോസഫ്. Happy birthday. ജോർജ് ജോസഫിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് അധികം വർഷങ്ങളൊന്നുമായില്ല. എൻ്റെ ചുരുങ്ങിയ കാലത്തെ അനുഭവത്തിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നന്മ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. സാധ്യമായിട്ടുള്ള നന്മകൾ മറ്റുള്ളവർക്ക് നൽകി എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ് സർവപ്രധാനമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എപ്പോഴും നന്മയുടെ ഉറവിടം ദൈവമാണല്ലോ. ദൈവം തന്നെ നിരവധിയായിട്ടുള്ള ദാനങ്ങൾ തരും. അദ്ദേഹം ദൈവത്തോട് നന്ദിയുള്ളവരാണ്. ദൈവം നൽകുന്ന ആ അനുഭവം, നന്മയുടെ അനുഭവം
തന്നിൽ തന്നെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുവാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും രസിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആ നന്മയുടെ പ്രതിഫലനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള സേവനങ്ങൾ. ജീവിതത്തിൽ കുറേയേറെ പുരോഗമിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എൻ്റെ കുടുംബത്തിലെ എളിയൊരു തുടക്കമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ അപ്പനും കുടുംബവുമെല്ലാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരുന്നു. എല്ലാം ദൈവസേവനത്തിനായിട്ട് സഭാ ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങളുടെ സമയവും കഴിവുകളും കാഴ്ചവെച്ച ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ദൈവത്തോട് ദൈവം നിരന്തരം പ്രാർത്ഥിച്ചിരിക്കും, വഴി നടത്തണമെന്ന്. ദൈവം അദ്ദേഹത്തെ ഇന്നും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അനുഗ്രഹങ്ങളുടെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നത്. സഭയോടും സമൂഹത്തോടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം പുലർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ദൈവം നൽകുന്ന വെളിച്ചത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഈ നല്ല ദിവസത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അതിനെയൊക്കെയെല്ലാം സന്തോഷം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്ന് ധാരാളം പേര് പ്രസംഗിക്കാനൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഈ നല്ല മനുഷ്യന് ദൈവത്തിൻ്റെ ആ പരിപാലനത്തിന് തന്നെ ഏൽപ്പിച്ച് ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് തുടർന്നും ദൈവം നന്മകൾ വർഷിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. തൻ്റെ ആ സ്നേഹത്തിൽ അദ്ദേഹത്തെ പരിപാലിക്കട്ടെ എന്നുകൂടി ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സപ്തതിയുടെ സ്നേഹനിർഭരമായിട്ടുള്ള മംഗളങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹാശിസുകളും അദ്ദേഹത്തിന് ഞാൻ നേരുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ കുടുംബത്തെയും ഇതിലെല്ലാ നിവാസികളെയും ഇതിലെ കടന്നു പോകുന്ന സകലരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകളും ആശംസിക്കുന്ന ഒരിക്കൽ കൂടി
സുതരാം ദൈവജനമേ, ചേരാം പങ്കുചേരാം സ്നേഹം വഴിയുമീ ബലിയിൽ. അണയൂ വേഗമണയൂ സുതരാം ദൈവജനമേ, ചേരാം പങ്കുചേരാം സ്നേഹം വഴിയുമീ ബലിയിൽ. അൾത്താരയിൽ കാഴ്ചയർപ്പിക്കാൻ തിരുസുതനേശുവിൻ അർച്ചനയായി. അൾത്താരയിൽ കാഴ്ചയർപ്പിക്കാൻ തിരുസുതനേശുവിൻ അർച്ചനയാ. ജീവിതമാകുമീ നിറപുഷ്പത്തെ ഞാൻ ഇരുത്തെടുത്തിതാ ഒരുക്കിടുന്നു. അവ തിരുസന്നിധേ പൂജയ്ക്കായിതാ കാഴ്ചയായി ഞാൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ്ഗാരോപണ തിരുനാൾ ഓഗസ്റ്റ് 15. ഒന്നാം വായന വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് 11-ാം അധ്യായം 19, 12-ാം അധ്യായം 1, 6, 10 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങളുടെ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കർത്താവിന്റെ വചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. ദിവ്യകാരുണ്യമേ, നവ്യസ്നേഹമേ,
സ്നേഹമായി ശാന്തിയായി ആന്തരിക സൗഖ്യമായി ജീവനായി മോദമായി സ്നേഹജ്വാലയായി സ്നേഹമായി ശാന്തിയായി ആന്തരിക സൗഖ്യമായി ജീവനായി മോദമായി സ്നേഹജ്വാലയായി നീ വരൂ സ്നേഹമേ കാത്തിരിപ്പൂ ഞാൻ ദിവ്യമാം തിരുമുഖം ഓർത്തിരിപ്പൂ ഞാൻ ദിവ്യകാരുണ്യമേ നവ്യസ്നേഹമേ എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ എന്റെ കുഞ്ഞു മാനസേ യേശുവേ നിനക്കായി ഞാൻ തീർത്തിടാം പൂക്കളാൽ സ്നേഹമണ്ഡപം എന്റെ കുഞ്ഞു മാനസേ യേശുവേ നിനക്കായി ഞാൻ തീർത്തിടാം പൂക്കളാൽ സ്നേഹമണ്ഡപം നീ വരൂ സ്നേഹമേ കാത്തിരിപ്പൂ ഞാൻ രാജരാജനേശുവേ ആരാധന ദിവ്യകാരുണ്യമേ നവ്യസ്നേഹമേ എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ ദിവ്യകാരുണ്യമേ നവ്യസ്നേഹമേ എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ എന്റെയുള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ അൾത്താരയിൽ എന്നാത്മനാഥനോടൊത്ത് അത്താഴമുണ്ണുവാൻ ഞാൻ ആശിക്കുന്നു ആശീർവദിച്ച നിന്നപ്പവും കാസയിൽ ഒഴുകുന്ന തിരുനിണവും ആജീവനാന്തം ഞാൻ ആചരിക്കും എന്നോർമ്മയിൽ ജീവനിലാചരിക്കും ഈശോ വരേണമീ ബലി ഈശോ നിറയണമീ ബലി ഈശോ വരേണമീ ബലി
വരുമ്പോൾ അപ്പവും വീഞ്ഞുമെൻ ഭക്ഷണമായിടുമ്പോൾ താതനോടൊത്ത് അൾത്താരയിൽ വരുമ്പോൾ അപ്പവും വീഞ്ഞുമെൻ ഭക്ഷണം നമ്മുടെ പ്രിയ സഹോദരൻ ഡോക്ടർ ജോസഫ് പി ജോർജിൻ്റെ സത്യത്തെ പ്രമാണിച്ചുള്ള ദൈവബലിയിൽ നല്ലവനായ ദൈവത്തോട് നന്ദി പറയുവാനും അതോടൊപ്പം അദ്ദേഹത്തെ അനുമോദിക്കുവാനുമാണ്. ഈ അവസരത്തിൽ നമ്മുടെ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട്, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഒരുക്കമുള്ള നല്ല മനസ്സുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കറിയാം, അതിൽ എണ്ണപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ ജോസഫ് പി ജോർജ് എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ദൈവാനുഗ്രഹത്താൽ അദ്ദേഹത്തിന് അതുള്ള സൗകര്യങ്ങളൊക്കെ ദൈവം കൊടുത്തു. ആ ദൈവം അതിനായിട്ട് തന്നെ ശരിയായി വിനിയോഗിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇപ്രകാരമുള്ള ഒരു വ്യക്തിയെ നമ്മുടെ സമൂഹത്തിനായിട്ട് തന്നതിന്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നല്ല മനസ്സിന് അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യാം. നമുക്കറിയാം, അദ്ദേഹം ഇപ്പോഴും സ്വന്തം ചില ദേവാലയ നിർമ്മിതിയിലാണ്. അതോടൊപ്പം തന്നെ കേരള രാജ്യം കാത്തലിക് കൗൺസിലിൻ്റെതായ ഓഫീസ് കെട്ടിടം ആലുവയിൽ പണിതുകൊണ്ടിരിക്കുന്നു. അതിലേറെക്കുറെയൊക്കെ തീരാറായ അവസ്ഥയിലാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിൻ്റെയൊക്കെ സാക്ഷ്യമാണ്. അതിന് എല്ലാം
ഓഗസ്റ്റ് മാസം 15 നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ലിയോ ഗ്രൂപ്പിൻ്റെ ചെയർമാനും സ്ഥാപകനുമായ ശ്രീമാൻ ജോർജ് ജോസഫ് തൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ പുണ്യപ്പെട്ട ദിനത്തിൽ അദ്ദേഹത്തിന് ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു, കരുത്തു നേരുന്നു, ചൈതന്യം നേരുന്നു. ഇന്നുവരെയും അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരങ്ങൾ തുടർന്നും അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം വളരെ വലുതാണ്. 2 തിരുനാളുകൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 15. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും. ഈ പുണ്യപ്പെട്ട ദിവസം ഈ ജന്മദിനം ആഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ച ശ്രീമാൻ ജോർജ് ജോസഫ് അനുഗ്രഹീതനാണ്, ഭാഗ്യവാനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അദ്ദേഹത്തിന് ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. ഈസ് എ ബ്ലെസ്സിങ് ടു ഓൾ ഓഫ് us, എസ്പെഷ്യലി ടു അവർ ചേർച്ച്. കാരണം KLCBCക്ക് വേണ്ടി അദ്ദേഹം വളരെ വലിയ ഒരു കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അതായത് നമ്മുടെ ലത്തീൻ സഭയ്ക്ക് സെമിനാറുകളും അതുപോലെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങാണ്. അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായിട്ടാണത് പണിയുന്നെന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഈ ശ്രീമാൻ ജോർജ് ജോസഫ് ഞാൻ അറിഞ്ഞിടത്തോളം വളരെ വലിയ പരോപകാരിയാണ്. അദ്ദേഹം ചെല്ലാനത്തൊരു സ്കൂൾ നടത്തുന്നുണ്ട്, അവിടെ ഒരു പള്ളി പണിയാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ബോംബെയിലും മറ്റും കല്യാൺ രൂപതയിലും മറ്റും സ്വന്തമായിട്ട് പള്ളികൾ പണിതു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഭയ്ക്കും സഭയുടെ മക്കൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ശ്രീമാൻ ജോർജ് ജോസഫ്. അദ്ദേഹം ദീർഘായുസ്സോടുകൂടി ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം കർത്താവ് നൽകട്ടെ. അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾക്കും സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഈ നല്ല മനുഷ്യൻ്റെ ജീവനെ കാത്തുപാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്കൊക്കെ കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനിയും ദീർഘായുസ്സോടുകൂടി ജീവിച്ച് നല്ല നല്ല കുറേ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള മനുഷ്യൻ. ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ സ്നേഹമാണ്, കരുണയാണ്, അനുകമ്പയാണ്, ആർദ്രതയാണ്. ഈ സ്നേഹവും കരുണയും ആർദ്രതയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയും ഇവനൊക്കെ മനുഷ്യനാണോ എന്ന്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ പണമല്ല, അവൻ്റെ സൗന്ദര്യമല്ല, അവൻ്റെ വിദ്യാഭ്യാസമല്ല, മറിച്ച് അവൻ്റെ ഉള്ളിലുള്ള സ്നേഹമാണ്, കരുണയാണ്, ആർദ്രതയാണ്. ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ ജോർജ് ജോസഫ്. നല്ലൊരു മനുഷ്യനെന്ന് വിളിക്കുവാൻ, മനുഷ്യത്വമുള്ള മനുഷ്യനെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നും മനുഷ്യത്വമുള്ള മനുഷ്യനായി ജീവിച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റി ദൈവത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി സുന്ദരമായ എന്തെങ്കിലും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. മദർ തെരേസ പറഞ്ഞതുപോലെ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ്, ദൈവത്തിന് സുന്ദരമായ എന്തെങ്കിലും. നമ്മുടെ ലത്തീൻ സഭയ്ക്ക് സുന്ദരമായ ഒരു കാര്യം ചെയ്യുന്ന ഈ മഹൽ വ്യക്തിയെ ഞങ്ങളെല്ലാവരും വളരെ സ്നേഹപൂർവം അനുഗ്രഹിക്കുകയും ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ. മേ ഗോഡ് ഷവർ ഓൺ യു ഹിസ് ചോയ്സസ് ബ്ലെസ്സിങ്സ് ഫ്രം ഹെവൻ ടുഡേ, ടുമോറോ ആൻഡ് ഓൾ ദ ഡേയ്സ് കം. Thank you for your beautiful character. Thank you for your beautiful personality. Thank you. Beautiful life. God bless you. ഇന്ന് നാം മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കുകയാണല്ലോ. ഈ നല്ല ദിവസത്തിൽ തന്നെ നാം എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ജോർജ് ജോസഫ് സാറിൻ്റെ 70ാം ജന്മദിനവും നാം ആഘോഷിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഏവർക്കും അറിയാവുന്നതുപോലെ സമൂഹത്തോട് നല്ല പ്രതിജ്ഞാബദ്ധതയുള്ള ഡോക്ടർ ജോർജ് ജോസഫ് സഭയോടും തൻ്റെ സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ വലിയൊരു അടയാളമാണല്ലോ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന KRLCC കാര്യാലയം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വളരെ പ്രത്യേകിച്ച് കേരള ലത്തീൻ സഭയുടെ വളർച്ചയ്ക്കും ഉപകരിക്കുന്നതാണ്. ഇനിയും ദൈവം ദീർഘായുസ്സ് നൽകി അദ്ദേഹത്തെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പ്രത്യേകിച്ച് പുനലൂർ രൂപതയുടെ സന്തോഷവും അറിയിക്കുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആശംസ പറയാനായിട്ട് നിൽക്കുന്നത് സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷനായ കാർഡിനൽ ജോർജ് ആലഞ്ചേരി അദ്ദേഹത്തിൻ്റെ മകൾ പ്രിൻസ, ഭർത്താവിൻ്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള ഒരു മഹനീയ വ്യക്തിത്വമാണ്. അത് പ്രത്യേകമായി വിളിച്ച് പന്നിച്ചേട്ടനെ സപ്തതിയുടെ ആശംസകൾ നേർന്ന കാര്യം പൊതുവായി അറിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ സപ്തതി ആശംസ പന്നിച്ചേട്ടനുള്ള ആശംസ എല്ലാവരുടെയും അറിയിക്കുന്നു. മാനവകുലത്തിന് മാതൃകയായിടും പരമോന്നമാനവരിൽ ശ്രേഷ്ഠൻ, ദൈവഹിതത്തിൻ പൊരുളറിഞ്ഞോരോരോ വിസ്മയം തീർക്കുന്ന ജോർജ് സാർ, ലോകൈകമാനവരിൽ ശ്രേഷ്ഠൻ. മാനവകുലത്തിന് മാതൃകയായിടും പരമോന്നമാനവരിൽ ശ്രേഷ്ഠൻ, ദൈവഹിതത്തിൻ പൊരുളറിഞ്ഞോരോരോ വിസ്മയം തീർക്കുന്ന ജോർജ് സാർ, ലോകൈകമാനവരിൽ ശ്രേഷ്ഠൻ. മാനവകുലത്തിന് മാതൃകയായിടും പരമോന്നമാനവരിൽ ശ്രേഷ്ഠൻ,
പരമോന്നമാനവരിൽ ശ്രേഷ്ഠൻ. കാണുന്ന സ്വപ്നങ്ങൾ സഫലമാക്കിയിടുവാൻ യാഗാശ്വം പോലെ പായും മാനവൻ. കാണുന്ന സ്വപ്നങ്ങൾ സഫലമാക്കിയിടുവാൻ യാഗാശം പോലെ പായും മാനവൻ. തെളിച്ചിടാൻ തെളിച്ചിടാൻ ഈശ്വരനുണ്ട്. സനി നിധ ധപ മപധനി സതി തെളിച്ചിടാൻ ഈശ്വരനുണ്ട്. ഗരി സനി സ തി സനി ധനി നി സനിധ പദാദ മപധനി സത്തെ തെളിച്ചിടാൻ ഈശ്വരനുണ്ട്. ഗരിധനി സത്ത ധനി നി സനിധ പദദ്ദ മപധനി സത്തെ തെളിച്ചിടാൻ ഈശ്വരനുണ്ട്. ചേർന്നു നിന്നിടാൻ സ്നേഹിതരുണ്ട്. സഫലമീ ജന്മം മാതൃകയാമൊരു മാനവ ജന്മം. മാനവകുലത്തിനഭിമാനം. ഈ മാനവകുലത്തിനഭിമാനം. പാടാം നമുക്ക് പാടാം ജന്മദിനത്തിൻ ഗാനം. സപ്തതി നിറവിൽ പരിലസിക്കും ജോർജ് സാറിന് ആശംസകൾ. ജന്മദിനത്തിൻ ആശംസകൾ. പാടാം നമുക്ക് പാടാം ജന്മദിനത്തിൻ ഗാനം. സപ്തതി നിറവിൽ പരിലസിക്കും ജോർജ് സാറിന് ആശംസകൾ. ജന്മദിനത്തിൻ ആശംസകൾ. പാടാം നമുക്ക് പാടാം ജന്മദിനത്തിൻ ഗാനം. സപ്തതി നിറവിൽ പരിലസിക്കും ജോർജ് സാറിന് ആശംസകൾ. ജന്മദിനത്തിൻ ആശംസകൾ. പാടാം നമുക്ക് പാടാം ജന്മദിനത്തിൻ ഗാനം. സപ്തതി നിറവിൽ പരിലസിക്കും ജോർജ് സാറിന് ആശംസകൾ. ജന്മദിനത്തിൻ ആശംസകൾ. പാടാം നമുക്ക് പാടാം ജന്മദിനത്തിൻ ഗാനം. സപ്തതി നിറവിൽ പരിലസിക്കും ജോർജ് സാറിന് ആശംസകൾ. ജന്മദിനത്തിൻ ആശംസകൾ. ജോർജ് സാറിന് ആശംസകൾ. ജന്മദിനത്തിൻ ആശംസകൾ. ജന്മദിനത്തിൻ ആശംസകൾ.
It was his dream, his vision to mold a promising generation, a responsible, career-bounded generation with strong emotions and bold dreams to face upcoming challenges in their future. And for that, we are always ready at your side to make this vision a reality. In this wonderful day of our patron, Dr. Sri George P. Joseph Sir, we are so proud to say that he is a treasure of talent and a blessed personality. His contributions to society in all sectors are excellent. We also pray to God that he has light up this dark world shine bright ever and ever. And once again, we wish you a very grand birthday. Thank you. സപ്തതിയിലായിരിക്കുന്ന ഡോക്ടർ സർ ജോർജ് പി ജോസഫ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവർ, ഇനി പറയാൻ പോകുന്ന എല്ലാവരുടെയും ആശംസകളെല്ലാം ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ മറുപടി പ്രശ്നവും കൂടി ഉള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ സുസൈപ്പാക്കി പിതാവിൻ്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് പണ്ഡിതൻ പറഞ്ഞു, കനിയിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന്. ഇപ്പം പറഞ്ഞതല്ല, കഴിഞ്ഞ പ്രാവശ്യം കണ്ണമാലി ബന്ധപ്പെട്ട് വന്നപ്പോൾ സുസൈപ്പാക്കി പിതാവ് പറഞ്ഞ പണ്ഡിതൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒന്നാണ് കനിയിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന്. അപ്പോൾ പണ്ഡിതൻ നോക്കിയിട്ടാണ് സുസൈപ്പാക്കി പിതാവ് അങ്ങനെ പറഞ്ഞത്. ആ വൃക്ഷത്തിൻ്റെ വേരുകൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ വലിയ ഓർമ്മയിൽ അങ്ങേറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പണ്ഡിതൻ താൻ കടന്നു വന്ന വഴികൾ നന്നായി ഓർക്കുകയും ആ വഴി മറക്കാതിരിക്കുകയും ആ മേഖലകളിൽ അക്ഷര വെളിച്ചത്തിൻ്റെതാണെങ്കിലും വിശ്വാസ വെളിച്ചത്തിൻ്റെതാണെങ്കിലും അത് സ്കൂളാണെങ്കിലും ദൈവാലയ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്നതിനാണെങ്കിലും നേരത്തെ ഡോമിനിക് പ്രസന്റേഷൻ സാർ പറഞ്ഞതുപോലെ അത് കല്യാണ രൂപതയിലാണെങ്കിലും KRLCയുടെ കേന്ദ്ര കാര്യാലയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പൊതുസമൂഹത്തിൽ വേദനിക്കുന്നവരെ സഹായിക്കുന്ന മേഖലയിലാണെങ്കിലും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന മേഖലയിലാണെങ്കിലും മറ്റ് സഹായ മേഖലയിലാണെങ്കിലും തനിക്ക് ലഭിച്ചത് ആ സമ്പത്ത് പങ്കുവയ്ക്കുവാൻ കാണിക്കുന്ന നല്ല മനസ്സ് എല്ലാവരുടെയും വികാരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ഇന്നത്തെ ദിനത്തിന് 1000 ആശംസകളും ദീർഘായുസ്സുകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഇന്ത്യൻ കാത്തലിക് ഫോറം ഞാൻ അഭിമാനത്തോടെയാണ് കാരണം സർ ജോർജ് പി ജോസഫ് വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെല്ലാന പ്രദേശത്ത് വരുന്നത്. ഈ ചെല്ലാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ കടലിന്റെ മക്കൾക്ക് വേണ്ടി ഏറെ വേദനിക്കുന്നവരുടെ ഒപ്പം നിൽക്കാൻ, ചാരത്തിൽ നിൽക്കാൻ യേശുക്രിസ്തുവിന്റെ മനോഭാവം, പങ്കുവയ്ക്കേണ്ട മനോഭാവം ജീവിക്കുന്ന വ്യക്തിത്വത്തിന് മുമ്പിൽ ഇന്ത്യൻ കാത്തലിക് ഫോറം നിറഞ്ഞ മനസ്സോടെ ഈ ജന്മദിനത്തിന് മക്കളിൽ നേർന്നുകൊണ്ട് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിന് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. അത് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ ഞാൻ വാക്കുകൾ നിർത്തുന്നു. അവഗണനീയമായ ദാനത്തെ കുറിച്ച് ദൈവമേ അങ്ങേക്ക് നന്ദി. നമസ്കാരം. ഇന്നലെ സഹോദരിയുടെ നിലനിൽക്കുന്ന ശ്രീ പൊന്നൻ എൻ്റെ കുടുംബാംഗങ്ങൾ സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ, പ്രവാചകന്മാർ സ്വന്തം നാട്ടിൽ ആദരിക്കപ്പെടുന്നില്ല എന്നുള്ള ബൈബിൾ വാക്യത്തിന് ഒരു അപവാദം നാട്ടുകാരെ വ്യക്തികളൊക്കെ അദ്ദേഹവുമായി 3 പതിറ്റാണ്ടിൽ ബന്ധമുള്ളതാണ്. സാധാരണ ഷഷ്ടിപൂർത്തിയുള്ള ആഘോഷികളാണ്. അന്ന് സാധാരണ വഴികൾ കൊടുക്കും, ഈ വഴി പിടിച്ചവിടെ ഇരുന്നുള്ള ഇപ്പം അതൊക്കെ വിട്ട് സപ്തതിയായി അടുത്ത ആഘോഷികൾ സപ്തതി പൂർത്തിയാണ്. 84 വർഷം, അതായത് 1000 ചന്ദ്രന്മാരും കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ കൊണ്ട് നമ്മൾ അതുപോലെയൊക്കെ അതിൻ്റെ അപ്പുറം അദ്ദേഹം കിട്ടിയിട്ട് അത് കൊണ്ട് അവരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സ്നേഹബഹുമാനമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി ഈശ്വരനോട് നന്ദി പറയുകയാണ്. 70 വയസ്സിൽ ജീവിക്കാനുള്ള ദീർഘായുസ്സ് തന്നത്. എൻ്റെ പാരൻസിനെ ഞാൻ ഓർക്കുകയാണ്. വെച്ച് പ്രസംഗിച്ചപ്പോൾ അതെൻ്റെ ഏറ്റവും ഒരു കാര്യമാണ്. കയ്യിൽ കണ്ടാൽ അറിയാൻ രക്ഷകരാണ്. എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് എനിക്ക് ദൈവസ്നേഹവും നല്ല മാതൃകയും ലഭിച്ചത്. ഇന്നവരില്ല. എൻ്റെ മാതാപിതാക്കളുടെ ആത്മാവും സുഖത്തിനായ ദൈവത്തോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. സമ്പത്തും സാധനങ്ങളും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാകാൻ എനിക്ക് സാധിച്ചതെന്ന് അടിവരയിൽ പറയുവാൻ എനിക്ക് കഴിയും. ആ ഒരു വെളിച്ചത്തിലാണ് വിശ്വാസം, ഒരു ഉറച്ച വിശ്വാസം ദൈവത്തിലുണ്ട്. ദൈവമാണ് എൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വിശ്വാസം എന്നെ വലിയൊരു കോൺഫിഡൻസിലേക്ക് നയിക്കുകയാണ്. അത് എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് ദൈവവിശ്വാസത്തിൽ കൂടി കിട്ടുന്നതാണ്. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പിതാക്കന്മാരും മറ്റുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
ശ്രീ